അപ്പോൾ അടുക്കള പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ. പച്ചമുളകും അതുപോലെ തന്നെ ചീര അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ, ഇത് മുമ്പായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബുഷാണ്. ഞാൻ ഇതിന് ബുഷ് എന്ന് അറിയട്ടെ, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമങ്ങളൊക്കെ ഇതിനുണ്ട്, അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ എന്തായാലും കുറേ കൂട്ടുകാരുണ്ടല്ലോ ഇപ്പോൾ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യണതും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബുഷ് കട്ട് ചെയ്യണത് ഇത് കുട്ടിക്കാലം മുതലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതുപോലത്തെ ചെറിയ കമ്പ് നട്ടാൽ മതി എന്ന് ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചെടി വീട്ടിൽ നട്ടത്. വീട് പാർത്ത ഉടനെ തന്നെ ഇത് നട്ട് കൊടുത്തിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ടാണ് നട്ട് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ അത് ഈ കിണറിൻ്റെ ചുറ്റും പുറത്തായിരുന്നത് ആദ്യം വെച്ചിരുന്നത്, പിന്നെ അത് ഉള്ളിലേക്ക് എടുത്തു വെച്ചതാണ്, പറിച്ച് വെച്ചതാണ് ഒന്നായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഇത് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ പല ചെടികളും വളർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ പൂക്കളെ കാണുമ്പോൾ വെട്ടി കളയാറൊന്നുമില്ല. പിന്നെ ഈ ഒരു ബുഷ് വെട്ടുന്ന സമയത്ത് ഒരു ചെറിയ ട്രിക്ക് എന്ന് പറഞ്ഞുകൂടാ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ആവും, എന്നാലും അറിയാത്തവർക്ക് ഒരു ടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരുപോലെ ആയി വരണമെങ്കിലൊക്കെ അപ്പോൾ ഒരു എന്താ പറയുക, ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം തന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇത് എന്താ പറയുക ഒരാളെ വിളിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യിക്കണത്. അതിന് മുമ്പൊക്കെ തന്നെ ഞാനൊക്കെ തന്നെ ഇരുന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഈ ഒരു ലെവലിലാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ ഞാനിത് തുണി വെട്ടുന്ന കത്രിക കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യണേ കത്രിക കൊണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നിട്ടാ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക്. ഇതുപോലൊരു തണ്ടെടുത്തിട്ട് ഒരളവ് കണ്ടുപിടിച്ചിട്ട് അതന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെരിച്ചൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേ അളവ് കൊടുക്കുക. അപ്പോൾ ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതന്നെയാണ് ഞാൻ കട്ട് ചെയ്യാൻ വന്ന ആൾക്കും പറഞ്ഞു കൊടുത്തത് കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ തണ്ട് വെച്ചിട്ട് അളവ് നോക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുകയും ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വെച്ച് നോക്കുന്നത്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെരിച്ചൊന്നും വെക്കരുത് കേട്ടോ. ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് തെറ്റും. അപ്പോൾ നല്ല റെഡി ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ചീര നടുകയാണെങ്കിലും ചീര കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു തണ്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് വെച്ച് അളവൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ അതിൽ ഒരുപാട് കോളാമ്പി ചെടികളും അതുപോലെ തന്നെ എന്താ പറയുക, അതിന് കിട്ടുന്നില്ലല്ലോ, തോട്ടവാഴ പോലത്തെ ഇപ്പം ശരിക്കും കിട്ടുന്നില്ല. പിന്നെ ചില സമയത്ത് മഴക്കാലമാകുമ്പോൾ ഇതുപോലെ പുള്ളിച്ചേമ്പൊക്കെ മുളക്കും. ഇതൊക്കെ വേരോടെ പറിച്ച് കളയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ. പിന്നെ കുട്ടികളൊക്കെ എങ്ങനെ കാണിക്കണത് എന്താണെന്നറിയോ, ഇവരൊക്കെ വളരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ അവർക്ക് കാണാൻ. കൊച്ചു കുട്ടികളായി നിന്നും ഇതുപോലെ ഞാൻ ചെടി വെട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. 8-10 വർഷമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ട് ഈ ഇതേപോലെ ഈ ചെടി വെട്ടണതും എല്ലാ കത്രിക ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്യണതും എല്ലാ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കൂല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നേരെ ബായ്.